സെക്രട്ടേറിയറ്റിന് മുന്നിലെ അക്രമ സമരവുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വൈദ്യപരിശോധന പൂർത്തിയാക്കി. രാഹുലിനെ ഉടൻ കോടതിയിൽ ഹാജരാക്കും. രാഹുൽ മാങ്കൂട്ടത്തലിനെതിരായ റിമാൻഡ് റിപ്പോർട്ട് കൈരളി ന്യൂസിന് ലഭിച്ചു. പോലീസിനെ ആക്രമിച്ചത് രാഹുലിന്റെ നേതൃത്വത്തിലെന്ന് പോലീസ്. അക്രമം സ്ത്രീകളെ മുന്നിൽ നിർത്തിയെന്നും പട്ടിക കഷ്ണം ഉപയോഗിച്ച് പോലീസിനെ ആക്രമിച്ചെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തലിന് വീണ്ടും വൈദ്യപരിശോധന നടത്താൻ കോടതി നിർദ്ദേശം. അതുവരെ പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കാനും കോടതി നിർദ്ദേശം നൽകി. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ അറസ്റ്റിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാന വ്യാപകമായി അക്രമം അഴിച്ചുവിട്ടു. വിവരങ്ങൾ അനുരാഗ് നൽകും. അനുരാഗ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കോടതി നിർദ്ദേശമനുസരിച്ച് ഇപ്പോൾ വൈദ്യ പരിശോധന പൂർത്തിയാക്കി വീണ്ടും കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തലിനെ. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ് വൈദ്യ പരിശോധന പൂർത്തിയാക്കിയത്. അല്പസമയത്തിനകം തന്നെ വിധി ഉണ്ടാകും. അതിൽ റിമാൻഡ് ചെയ്യുമോ അല്ലെങ്കിൽ ജാമ്യം നൽകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും റിമാൻഡ് റിപ്പോർട്ട് പോലീസ് കോടതിയിൽ ഹാജരാക്കി. അതിൽ കൃത്യമായ കാര്യങ്ങൾ എണ്ണമിട്ട് തന്നെ പോലീസ് നിരത്തിയിട്ടുണ്ട്. പോലീസിനെ ആക്രമിച്ചത് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ നേതൃത്വത്തിലാണ്. സ്ത്രീകളെ മുന്നിൽ നിർത്തിയാണ് ഈ ആക്രമണം നടത്തിയത്. പട്ടിക കഷ്ണം ഉപയോഗിച്ചു, കല്ലടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആക്രമണം പോലീസിന് നേരെ നടത്തിയത്. അതിനൊപ്പം അറസ്റ്റ് ചെയ്ത പ്രതികളെ പോലീസ് വാഹനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി രാജ്യത്തെ നിയമവ്യവസ്ഥയെ തന്നെ വെല്ലുവിളിക്കുന്ന സമീപനമാണ് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിനൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അക്രമത്തിന് പ്രോത്സാഹനം നൽകിയെന്ന കാര്യം വാദം നടക്കവേ പ്രോസിക്യൂഷൻ വാദിക്കുകയും ചെയ്തു. അണികളെ തടയുന്നതിന് പകരം പോലീസിനെ ആക്രമിക്കുകയാണ് ചെയ്തത്. തുടർച്ചയായി അക്രമം നടത്തി. പിരിഞ്ഞു പോയവരെ തിരികെ വിളിച്ചാണ് ഈ അക്രമം നടത്തിയതെന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. ഈ വാദമുഖങ്ങൾ പരിഗണിച്ചുകൊണ്ട് റിമാൻഡ് ചെയ്യുമോ എന്ന കാര്യമാണ് ഇനി കണ്ടറിയേണ്ടത്. നേരത്തെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളാണ് ഉയർന്നത്. അതിൽ കൃത്യമായ മറുപടി സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന സമയവും രീതിയും ഒക്കെ തീരുമാനിക്കുന്നത് പോലീസാണ്. എവിടെ വെച്ച് വേണമെങ്കിലും പ്രതിയെ അറസ്റ്റ് ചെയ്യാം. ഈ കേസിന് മറ്റ് പ്രത്യേകതകൾ ഒന്നുമില്ല. എല്ലാ കേസിലും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും നടന്നത്. പോലീസിനെ ആക്രമിച്ച് പൊതുമുതൽ നശിപ്പിച്ചാൽ അതിൽ രാഷ്ട്രീയം നോക്കില്ല, മുഖം നോക്കില്ല. ആരായാലും നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന കാര്യം സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുന്നു. എന്തായാലും കൃത്യമായ നിയമ നടപടി തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ച് പലയിടങ്ങളിലും ഇതിന് പിന്നാലെ തന്നെ യൂത്ത് കോൺഗ്രസ് അക്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. രാവിലെ പോലീസ് വാഹനം, ഈ പ്രതിയുമായി വന്ന പോലീസ് വാഹനം തന്നെ തടഞ്ഞ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസുകാരുമായി സംഘർഷം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ തരത്തിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരുപക്ഷെ റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഈ അക്രമം തുടരാൻ തന്നെയാണ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഈ അക്രമം തുടരാൻ തന്നെയാണ് സാധ്യത കാണുന്നത്. എന്തായാലും അല്പസമയത്തിനകം വിധി ഉണ്ടാകും. ഇപ്പോൾ അല്പസമയത്തിന് മുൻപാണ് വൈദ്യ പരിശോധന വീണ്ടും പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയത്. ശരി, VS അനുരാഗാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.